ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഇത് പിന്നീട് ഒരു നല്ല മെമ്മറി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു വെച്ചതാണ്. വേറൊന്നുമല്ല, ഓഫീസിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഹൈദരാബാദ് വരെ പോവാണ്. ഹൈദരാബാദ് പോകുന്നതിനകത്തും എക്സൈറ്റ്മെന്റ് ഉണ്ട്. കൂടാതെ ഇതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അറിയാലോ, ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സൈറ്റ്മെന്റ് വേറെ തന്നെ ആയിരിക്കുമല്ലോ. അത് ഡൊമസ്റ്റിക് ആയാലും ഇന്റർനാഷണൽ ആയാലൊക്കെ ഒരേപോലെ ഫ്ലൈറ്റ് എപ്പോഴും ഫ്ലൈറ്റ് തന്നെ ആണല്ലോ. അപ്പോൾ 2 days ആണ് നമ്മൾ അവിടെ നിൽക്കാനായിട്ട് കരുതുന്നത്. അതായത് ബുധനാഴ്ച പോയി വ്യാഴാഴ്ച ഈവനിങ് തിരിച്ചു വരും. അപ്പൊ അതിന് കണക്കാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒഫീഷ്യൽ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങനെ പുറത്തു പോയി സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ടൈം ഒന്നും കിട്ടത്തില്ല. അപ്പൊ അത് കണക്കാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തത്. പിന്നെ റെഡി ആവാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു സിപ്ലോക്ക് കവറിനകത്താണ് എടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു കവർ തുറന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും എടുത്ത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണല്ലോ. നമ്മൾ ഒരു ദിവസത്തേക്ക് പോയാലും 5 ദിവസത്തേക്ക് പോയാലും എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ടല്ലോ. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേക്കിനും എല്ലാ സാധനങ്ങളും നമുക്കങ്ങനെ വീട്ടിൽ നിന്ന് എടുക്കുന്ന പോലെ പറ്റിയെന്ന് വരത്തില്ലല്ലോ. അപ്പൊ എന്റെ കാര്യത്തിൽ എനിക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ റിഗ്രറ്റ് തോന്നുന്നു, അയ്യോ അതും കൂടി കൊണ്ടുവരാറുണ്ടെന്ന്. അതുകൊണ്ട് കൊണ്ടുപോകാൻ തോന്നുന്ന എല്ലാ സാധനങ്ങളും ഇത്തിരി വെയിറ്റ് കൂടിയാലും ഞാൻ എടുക്കാറുണ്ട്. ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ഈ 3-4 ഷെയ്ഡ് എടുക്കുന്നുണ്ട്. കാര്യം അവിടെ ചെന്ന് ആ ലിപ്സ്റ്റിക് ഇടായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാതിരുന്ന കാര്യം നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് എന്തൊക്കെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. ഒഫീഷ്യൽ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ 1-2 ഡയറി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ലാപ്ടോപ്പ് അതൊക്കെ വേറെ ബാഗിനകത്താണ് പാക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്, ഹൈദരാബാദ് ട്രിപ്പാണ്. കൂടാതെ നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമായിട്ട് പോകുമ്പോഴത്തേക്കിനും അതിന് വേറൊരു സന്തോഷമാണല്ലോ. അതായത് നമ്മുടെ കരിയറിന്റെ ഒരു ഗ്രോത്ത് ആണല്ലോ. ഞാൻ പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 7 years ആയി. അപ്പൊ ആ ഒരു 7 years കൊണ്ട് നമ്മുടെ കരിയറിൽ ഉണ്ടായ ഒരു ഗ്രോത്തിന്റെ ഭാഗമാണല്ലോ നമുക്ക് ഇങ്ങനത്തെ ട്രിപ്പും ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനകത്ത് എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. അതായത് അതിപ്പോ ഒരുപാട് പേർക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. കാര്യം വർക്ക് ചെയ്യുന്നവർക്ക് അറിയാലോ, നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും വർക്ക് പ്ലേസിൽ നോട്ടീസ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ആ റെക്കഗ്നീഷൻ കിട്ടുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പേരൻസ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് നമുക്കിങ്ങനെ ഒഫീഷ്യലി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും എൻ്റെ പേരൻസിന് പ്രത്യേകിച്ച് പഠിച്ച് ജോലി കിട്ടി എവിടെയെങ്കിലുമൊക്കെ എത്തുക എന്ന് പറയുന്നത് അവരുടെ വലിയൊരു ഡ്രീമാണ്. അതപ്പോൾ നമ്മുടെ ഒരു ഹാപ്പിനെസ്സിൽ അവർക്കും ഭയങ്കര പ്രൗഡാണ്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ പാസ്പോർട്ടിന്റെ ആവശ്യമില്ല ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട്. എടുത്തു വെച്ചതിന് ശേഷം അതിന് ഇതുവരെ എവിടെയും പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് ID പ്രൂഫ് ആയിട്ട് ഞാൻ പാസ്പോർട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിന്റ് എടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പ്, അതിന്റെ ചാർജർ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഈ ബാക്ക് പാക്കിലാക്കിയിട്ടുണ്ട്. വേറൊരു ബാഗ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് പാക്ക് ഉള്ളത് കൊണ്ട് അത് ഞാൻ ഹാൻഡ് ലഗേജിൽ കരുതുന്നില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് എവിടെയെങ്കിലും നമുക്ക് അടുത്തൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലിംഗ് ബാഗ് ആണല്ലോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പം. പിന്നെ നാളെ ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു ഡ്രസ്സും കൂടെ അയൺ ചെയ്ത് വെച്ച് നമ്മുടെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്